ഈ എറണാകുളം ജില്ലയിൽ ഒതുങ്ങി നിൽക്കുന്ന 2020 BJPയോടൊപ്പം ചേർന്നിരിക്കുകയാണ്. 2020 അഭിപ്രായ ഭേദം ചിലർക്കുണ്ട്, ചിലർ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട്. ഈ BJPയിലേക്ക് ചേർന്നവർ അത് BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണകരമായി മാറുമോ? BJPക്ക് ഗുണകരമായി മാറും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതാണ്ട് 4 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ താരതമ്യേന നല്ല ശക്തിയുള്ള പാർട്ടിയാണ് ഈ പറയുന്ന 2020. മാത്രമല്ല അവരത് പിളർന്നു പോയതൊന്നും നോക്കണ്ട. അതിൻ്റെ ആത്മാവ് എന്ന് വെച്ചാൽ ആരാണ്? സാബുവാണ്. ഇപ്പം കോൺഗ്രസിൻ്റെ ആത്മാവ് ആരായിരുന്നു? ഗാന്ധിയായിരുന്നു, പിന്നെ നെഹ്റു ആയിരുന്നു, പിന്നെ ഇന്ദിരായിരുന്നു, പിന്നെ രാജീവായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പോലും നെഹ്റു ഫാമിലിയാണ്. BJPയുടെ ആത്മാവ് ആരാണ്? മോഡിയാണ്. അപ്പോൾ മോഡീനെ ഞങ്ങൾ ഇപ്പം വാസുമാഷൊക്കെ കണ്ണൂർ 2015 മോഡി ആ പാർട്ടി വിട്ടു, BJP വിട്ടു. BJP വിട്ടത് CPMൻ്റെ കൂടെ പോയി. അത് CPMന് വല്ല ക്ഷീണമായോ? ഇല്ല. BJPക്ക് വല്ല ക്ഷീണമായോ? ഇല്ല. കാരണം മോഡി അപ്പുറത്തല്ലേ നിൽക്കുന്നത്. അപ്പോൾ സാബുവാണ് ആ പാർട്ടി, സാബു ഉണ്ടാക്കിയ പാർട്ടിയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ തന്നെ തൂങ്ങി നിൽക്കുക. ഇപ്പോൾ എറണാകുളം പൊതുവെ BJP അങ്ങനെ സ്വാധീനമില്ലാത്ത, എന്നാൽ BJP സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം നല്ല ഹിന്ദുത്വ വികാരമുള്ള സ്ഥലമാണ് ഈ എറണാകുളം. നല്ല ഹിന്ദുത്വ വികാരമുള്ള സ്ഥലമാണ്. ഹിന്ദുത്വ വികാരം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഹിന്ദു വികാരം പോലുമല്ല. ഹിന്ദുത്വ വികാരം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ എറണാകുളം ഏരിയ. അത് നിങ്ങൾ അങ്ങോട്ടുള്ള ആളുകളെ സംസാരിച്ചാൽ മനസ്സിലാവും. ഹിന്ദുത്വ സാധനം ഉണ്ട് അവിടെ. പക്ഷേ കോൺഗ്രസ് ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. പക്ഷേ ആ ഹിന്ദുത്വ വികാരം മുഴുവൻ BJP വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് വോട്ടായി മാറും ഇലക്ഷൻ വരുമ്പോൾ. അവിടെയാണ് സാബു ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി. സാബുവിൻ്റെ ഒരു സഹായം കൂടി വരുമ്പോൾ ജയിക്കുമെന്ന് തോന്നുന്നതിന് വരുമ്പോൾ കോൺഗ്രസിന് കിട്ടാവുന്ന, CPMന് കിട്ടാവുന്ന ഹിന്ദുത്വ വോട്ടുകൾ ചിലപ്പോൾ തിരിയും. ഞാൻ പലപ്പോഴും തിരുവനന്തപുരത്തേക്കാണ് ഈ ഹിന്ദുത്വ വികാരം കൂടുതൽ. തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ സൈലന്റ് ആയിട്ടുള്ള സാധനമുള്ളൂ. എറണാകുളത്ത് ഹിന്ദുത്വ വികാരം വിസിബിളാണ്. പക്ഷെ അതിൽ യോഗങ്ങളൊന്നും വിളിക്കില്ല എന്നല്ല, നിങ്ങൾ ആളുകൾ സംസാരിച്ചാൽ അങ്ങനെ മനസ്സിലാവും. അതിനൊന്നും കൊങ്കിണികളുടെ സ്വാധീനം, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പിന്നെ RSSന്റെ ആസ്ഥാനം അവിടെ അല്ലേ, മാധവ് നിലയം, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ എല്ലാം അവിടെയാണ്. അത് സിസ്റ്റമാറ്റിക്കായി പ്രവർത്തനം നടക്കുന്ന ഏരിയ ആണ് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനിടയിലാണ് ഹിന്ദുസ് ജീവിക്കുന്നത്. പിന്നെ അപ്പുറത്ത് മട്ടാഞ്ചേരി സൈഡിലൊക്കെ അതിശക്തമായ മുസ്ലിം ന്യൂനപക്ഷമുണ്ട്. ഇവരെല്ലാം ബിസിനസ് ക്ലാസ്സാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടിയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഈ എറണാകുളത്തുള്ള ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കാൻ പറ്റുമോ 2020? സാബുവിൻ്റെ പോക്കറ്റ് കുറേ വോട്ടുണ്ടല്ലോ. സാബുവിന് മറ്റേ യാക്കോബായ കമ്മ്യൂണിറ്റി അങ്ങനെ RSS വിരോധമുള്ള കമ്മ്യൂണിറ്റി ഒന്നല്ല. അപ്പം അതിന് സാധ്യതയുണ്ട്. ഇതുപോലെ മുമ്പേ നടക്കേണ്ട ഒരു നീക്കമായിരുന്നു. അതിന്റെ ഒരു ഇമ്പാക്ട് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലേക്ക് ക്രൈസ്തവ ആ ഏരിയയിലുണ്ട്. നിങ്ങൾ തൃശ്ശൂര്, കോട്ടയം, ഇടുക്കി, ഈ എറണാകുളം, ഇതൊരു അച്ചായൻ ബെൽറ്റ് മാത്രമല്ല, ഇതൊരു ഹിന്ദുത്വ ബെൽറ്റ് കൂടിയാണ്. അതായത് തൃശ്ശൂർ ഇതൊരു ബിസിനസ് ബെൽറ്റ് കൂടിയാണ്. 2-3 കാര്യങ്ങളുണ്ട് അതിൽ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അച്ചായൻ ബെൽറ്റായി നമുക്ക് തോന്നും. പക്ഷെ ബേസിക് അതല്ല, അതൊരു ഹിന്ദുത്വ ബെൽറ്റാണ്. ബേസിക്കലി കേരളത്തിൽ ഹിന്ദുത്വ ബെൽറ്റ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലമാണത്. നിങ്ങൾ അവിടെ ഉള്ളവരെ സംസാരിച്ചാൽ മനസ്സിലാവും. ഹിന്ദുത്വ ബെൽറ്റാണ്, ബിസിനസ് ബെൽറ്റാണ്. അപ്പോൾ ബിസിനസ് ബെൽറ്റിനെ ഇപ്പോൾ തൃശ്ശൂർ തുടങ്ങിയിട്ട് എറണാകുളത്തെ ചേർത്തല വരെ എത്തുന്ന, അല്ല ആലപ്പുഴ വരെ എത്തുന്ന കേരളത്തിലെ ബിസിനസ് അല്ലേ. പിന്നെ കോഴിക്കോട് കുറച്ച് ആളുകളുണ്ട്, കൊല്ലത്ത് കുറച്ച് ആളുകളുണ്ട് എന്നല്ലത്, ഈ ബിസിനസ് ബെൽറ്റ് അവിടെയാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പിടി ഉണ്ടാവുന്നത് നല്ലതാണ് ആളുകൾക്ക്. അത് സുരേഷ് ഗോപിൻ്റെ വിജയത്തിൽ അത് പങ്കും വഹിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ആര് കിടക്കുന്നത്? ഈ സാബു കിടക്കുന്നത് തൃശ്ശൂരിനും എറണാകുളത്തിനും ഇടയിലാണ്. അതുകൊണ്ട് അതൊരു സ്വാധീനം ഉണ്ടാകും തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഈ കേരള കോൺഗ്രസ് പോലുള്ള, അതായത് ജോസ് കെ മാണി വിഭാഗം, നമുക്കറിയാം LDF വിട്ട് UDFിലേക്ക് വരാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം ഇപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് നിൽക്കുന്നു. അടുത്ത ഇലക്ഷൻ BJPനോട് വരും. ഈ ഇലക്ഷൻ അല്ല, എൻ്റെ അടുത്ത ഇലക്ഷൻ എവിടെ NDAയിലേക്ക് വരും. അപ്പൊ ഈ 2020യുടെ വരവൊക്കെ അല്ലാതെ ശക്തിപ്പെടും. BJP ജയിക്കുമെന്ന് തോന്നുമ്പോൾ BJPക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന BJPക്ക് വോട്ട് ചെയ്യാതെ ഹിന്ദുക്കളൊക്കെ എന്ത് ചെയ്യും? BJPക്ക് വോട്ട് ചെയ്തോ, ക്രിസ്ത്യൻസും വോട്ട് ചെയ്തോ. അപ്പോൾ ആദ്യം ഇപ്പോൾ കൺവേർഷനായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഓരോരുത്തരും എന്തിനാ ഒരു പണിയില്ലാതെ ഈ പാവങ്ങളായ ഹിന്ദുക്കളുടെ ഇടയിൽ മഹാരാഷ്ട്രയിലൊക്കെ പോയിട്ട് പണിയെടുക്കാൻ നിൽക്കുന്നത്. അവരുടെ പരിപാടി എന്താണ്? അവിടെ വേഗത്തിൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ ട്രാവൻകൂറിലുള്ള സിറിയൻ ക്രിസ്ത്യാനികൾ എത്ര അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ബോംബെയിലൊക്കെ അവരാരെങ്കിലും ഈ മതപരിവർത്തനം പിടിച്ച് ജയിലിടുന്നുണ്ടോ? അവിടെ മുസ്ലിംസിനാണ് പിന്നെയും പ്രശ്നമുള്ളത്. മുസ്ലിംസ് എന്നാൽ തീവ്രവാദി. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പേര് മുഹമ്മദ് ഫക്രുദ്ദീൻ, രണ്ടും അവിടെ നോക്കും, തീവ്രവാദിയാണ് എന്നുള്ളത്. ഇത് ഇവിടെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യും. പക്ഷേ ക്രിസ്ത്യാനിക്ക് ആ പ്രശ്നമില്ല അവിടെ. അപ്പോൾ ഈ കൺവേർഷന് പോകുന്നവരെ പ്രശ്നമുള്ളൂ. സിറിയൻ ക്രിസ്ത്യാനികൾ കൺവേർഷന് പ്രശ്നമല്ല, അവർ കൺവേർഷനെതിരാണ്.
അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ അവരുടെ കൂടി സപ്പോർട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ സാബു അവിടെ ഉണ്ടാകുമ്പോൾ സാബു ഒരു ചാലശക്തിയാണ്. സാബു ഈ പി സി ജോർജിനെ പോലല്ല, പൂവണായിട്ടുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പി സിന്റെ സപ്പോർട്ടേഴ്സ് വേറെ ഒരുപാട് ഫാക്ടറി ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളൊക്കെ തന്നെ അവർ വിട്ടോട് കൂടി പീസ് പോയിട്ടുണ്ട്. അതുപോലെ അല്ലേ ഇപ്പം ബി ജെ പിയിലുള്ള നേതാക്കന്മാർ, ക്രൈസ്തവ നേതാക്കന്മാർ, ജോർജ് കുര്യനും നമ്മൾ അനുവാണെങ്കിലും ഷോണാണ്, അവർക്കില്ലാത്ത പ്രൂവൺ പവർ ആർക്കുണ്ട്? ഈ സാബുവിനുണ്ട്. അത് ബി ജെ പി ഗുണമാവുന്ന ഞാൻ കരുതുന്നു. അത് ആ ഒരു ബിസിനസ് ലോകത്ത് നിന്നുകൊണ്ടുള്ളതും ഒക്കെ ബിസിനസ് ലോകത്തുള്ളത്. പിന്നെ അയാൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അയാൾ ഈ മോഡിനെ കൊണ്ട് വന്നതിൻ്റെ അതിൽ ടെസ്റ്റഡ് ആണ്. പിന്നെ ഇവരെല്ലാം എതിരായിരുന്നിട്ട് അയാൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ലേ. സോ യു കനോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അത് ബി ജെ പിക്ക് ഒരു അസറ്റായി മാറും തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി ബി ജെ പിക്കാർ പാലം വലിച്ചില്ലെങ്കിൽ. ഈ ജോസ് കെ മാണി കേരള കോൺഗ്രസ് അത് നമുക്കറിയാം, അതിൽ കൂടുതലും ക്രൈസ്തവർ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആപാട് 9 MLA മാരായിട്ടുള്ള 9 എത്ര 2 പേര് ഇപ്പം നായന്മാരാണ് ഉണ്ട്. അതെ, സമ്മതിച്ചു. പ്രമോദനാരായണ നായരല്ലേ? ഹിന്ദുവാണ്. ജയരാജ്, ഡോക്ടർ ജയ പണ്ടേ ഉണ്ട്. അല്ല, അങ്ങനെ വരുമ്പോഴേ ഇപ്പൊ ജോസ് കെ മാണി അങ്ങോട്ടേക്ക് പോകുന്നു NDAയിലേക്ക് ഭാവിയിൽ. അതിനോടൊപ്പം തന്നെ മറ്റു ഘടകകക്ഷികളും ഉണ്ടാകാമല്ലോ ഈ 2 മുന്നണികളിലുള്ളതും. ഇതുപോലെ കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ട്, പിന്നെ ഒറ്റയാൾ പട്ടാളങ്ങളായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെ എല്ലാം നിലനിൽപ്പും പ്രശ്നമാകത്തില്ലേ? ജോസഫ് മാണി ഒരു കൂട്ടിരിക്കതല്ല. അവിടെ അപ്പോൾ ഇന്ത്യ സഖ്യം ഉണ്ടാവുമല്ലോ, CPM കോൺഗ്രസ് എല്ലാം കൂടി കൂടിയിട്ടില്ലേ. അപ്പൊ കേരളത്തിൽ ഇന്ത്യ സഖ്യം, ഇന്ത്യ മുന്നണി ഉണ്ടാവും. BJP വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം ഇല്ലാതെ എന്താ വഴിയുള്ള? പിന്നെ BJP വന്നാൽ പിന്നെ ഇന്ത്യ സഖ്യമുള്ള അവരുടെ മുന്നിലുള്ള വഴി എന്താ സംഭവിക്കും? അപ്പൊ അതിന്റെ പ്രശ്നം വെച്ചാൽ ഇന്ത്യ സഖ്യം വരുന്ന സമയത്ത് ഈ ഇലക്ഷൻ നിർണായക. ഈ ഇലക്ഷൻ CPM നഷ്ടപ്പെട്ടാൽ ഇന്ത്യ സഖ്യത്തിന് ലീഡർ കോൺഗ്രസ് ആവും. ഈ സഖ്യം CPM കിട്ടിയ ഇന്ത്യ സഖ്യത്തിന് ലീഡർ CPM ആണ്. അപ്പൊ ഭാവിയിൽ ഇന്ത്യ സഖ്യം ഉണ്ടാവും. പിന്നെ കേരളത്തിൽ BJP അത്തരം ബുദ്ധിമുട്ടില്ല. കുറച്ച് വിജയങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പം തന്നെ SNDP ഹിന്ദു ആയിരിക്കും. അത് ബേസിക്കലി ഒരു ആന്റി ഹിന്ദുത്വ സാധനമാണ് ഇപ്പോൾ. പക്ഷെ നാളെ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്കാണ്. മനസ്സിലായി? അല്ല, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം ഒന്നും വലിയ വിജയം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഇപ്പോഴും അരവിന്ദ് കേജ്രിവാളും തൃണമൂൽ കോൺഗ്രസും ഒക്കെ അകന്നു നിൽക്കുക. ദേശീയ തലത്തിൽ കേരളത്തിൽ അങ്ങനെ മൈൻഡ് ഉണ്ട്. കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായൊരു മൈൻഡ് ഉണ്ട്. അത് മൈൻഡ് നിലനിർത്തിക്കൊണ്ട് കഴിയുന്നത് ഈ പറയുന്നതിൻ്റെ അത് എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരും സൗകര്യം പോലെ ചില പള്ളിയിലച്ചന്മാരും ഇവരെ എല്ലാം ഒരുമിച്ച് ഇതിന് വേണ്ടി നിന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അതിന് സ്പേസ് ഉണ്ട്. BJP കാണിക്കേണ്ട ഒരു സീറ്റുകൾ ജയിച്ച് കാണിച്ചു കൊടുക്കും. പിന്നെ BJPയുടെ കാലാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അതിനുള്ള തുടക്കമാണ് ഈ പറയുന്ന NSS SNDP. കാരണം ഇതായിരുന്നു ഇവരെ അകറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു പലരുടെ ഇവിടുത്തെ അജണ്ട. അതൊരു ഹിന്ദുത്വ വിരുദ്ധ അജണ്ട, അത് ഹിന്ദു വിരുദ്ധമായ അജണ്ടയായിരുന്നു. ഇപ്പം അവരത് തിരിച്ചറിഞ്ഞു. അത് BJPക്ക് അനുകൂലമായിട്ടല്ല, ആ ഒരു അപകടം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് NSS SNDP. അത് നല്ല കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.